ഹലോ ഗായ്സ്, ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോസാണ്. എൻ്റെ ക്വാർട്ടറിൻ്റെ അടുത്തുള്ളൊരു ക്വാർട്ടറിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോടെയാണ്. അവർ ഹിമാചലുകാരാണ്. ആ ഒരു വീഡിയോസാണ് ഇന്ന്. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തുകൊണ്ട് കൊടുത്ത ഡ്രസ്സാണ്. ആ ഡ്രസ്സ് ഞങ്ങളെ രണ്ടുപേരും എന്നെ അച്ചാച്ചനെയും കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചതാണ്. ഇട്ട് കാണിച്ചിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് ഇടുന്നതിൻ്റെ അനുസരിച്ച് എല്ലാം ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ 1.5 വയസ്സായപ്പോൾ ഇവിടെ വന്നതാണ്. സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞങ്ങളൊരു പട്ടുപാവാടയും ബ്ലൗസ് ആയിരുന്നു എടുത്തു കൊടുത്തത്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഫോട്ടോസിനൊക്കെ നിന്ന് തരും. നമ്മൾ പറയുന്ന കൂട്ടെല്ലാം ചെയ്തും കാണിക്കുവേ. പിന്നെ അവരുടെ വീടിനകം എല്ലാം ഡെക്കറേഷൻ ചെയ്തേക്കുന്നതാണ്. പൂജയുടെ ഹസ്ബൻഡും കൂടെ എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ട് എന്നെ വിളിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അതിൻ്റെ കുറേ ക്ലിപ്പ് പോയി ഞാൻ എടുത്തായിരുന്നു. വീഡിയോസെല്ലാം ബലൂണൊക്കെ അവിടെ വെച്ചേക്കുന്നത് കൊള്ളാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൂടെ. എല്ലാം ഉടുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ കളറിലെയാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് എടുക്കാൻ പോയി. കേക്ക് എടുക്കാൻ വേറൊരു വീട്ടിലാണ് പോയേ. അവിടെ ആണെങ്കിൽ എല്ലാം കൈ കൊണ്ട് പണിഞ്ഞ് വെച്ചേക്കും. ഇതെല്ലാം അവിടുത്തെ ചേച്ചി. അത് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. സമയമില്ലായിരുന്നു, കേക്ക് എടുക്കാൻ ലേറ്റായി പോയപ്പോൾ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഇതെല്ലാം കൈ കൊണ്ട് പണിഞ്ഞേക്കുക. എന്നിട്ട് ഇത് കേക്ക് 2 എണ്ണമായിരുന്നു. ഒന്ന് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് ചോക്ലേറ്റ് കേക്കും ഒന്ന് പൈനാപ്പിൾ കേക്കുമായിരുന്നു. ഈ കേക്ക് ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൾ ഡ്രസ്സ് ഇട്ട്. ഇതാ ഡ്രസ്സ്, ബർത്ത്ഡേ ഫംഗ്ഷന് കേക്ക് കട്ട് ചെയ്യാനുള്ള ഡ്രസ്സ് ഇതാണേ. അവൾ അവിടെ ഷാളെ ചവിട്ടിയാൻ അവൻ ഒരടിയും കൊടുത്ത്. എന്നിട്ട് ഞാൻ റെഡിയായി ചെന്നപ്പോഴത്തേക്ക് കൊച്ചു പിള്ളേരുടെ കുറേ ഡാൻസൊക്കെ കുറേ കണ്ടുകൊണ്ട് നിന്നു. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ മലയാളികളെ, ബാക്കി എല്ലാവരും നാട്ടിൽ പോയേക്കുക. കൂടുള്ളവരെല്ലാം ഹിന്ദിക്കാരാണ്. അതുകൊണ്ട് വല്ലാത്ത ചമ്മലായിരുന്നു. ഈ സമയത്ത് ഞാൻ വസൂട്ടനെയും കൃഷ്ണയും ചേച്ചിയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. യുവിയാണ് മെയിൻ. ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ട, അവൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു. യുവിയെയും കാവ്യയും അമ്മൂനെയും എല്ലാവരെയും മിസ് ചെയ്യുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി. കേക്ക് കട്ട് ചെയ്തപ്പം ഭയങ്കര സന്തോഷമായി. എല്ലാവരോടും നിന്ന് വിഷ് ചെയ്യുകയും കൈയടിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. പക്ഷെ ഒറ്റയ്ക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച്. പക്ഷെ അവർ 3 പേരൂടെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത്. ഇതിനിടയ്ക്ക് കൊച്ചു പിള്ളേർ നിൽക്കുന്നവരെല്ലാം അവിടെ കിടക്കുന്ന ബലൂണെല്ലാം പൊട്ടിക്കുക. ആ ഡെക്കറേഷൻ ചെയ്തേക്കുന്ന എല്ലാം ഇപ്പോൾ പൊട്ടിച്ച്. ആ കേക്ക് കട്ട് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം ചവിട്ടി പൊട്ടിക്കുകയും പന്നലാക്കുകയൊക്കെ ചെയ്ത്. ഉണ്ട് പൂജുവിന് വായി വെച്ച് കൊടുക്കാതെ മുഖത്ത് പുരട്ടി കൊടുത്തു. അതിനവൾ വഴക്ക് പറയുക, പരട്ടണ്ടാവുക എന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാൻ ആഹാരമുണ്ട്. കുറച്ച് ആൾക്കാരെയും കൂടെ കാണിച്ചു തരാം. 10-30 മെമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാം ഉണ്ട്. അവരെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവരെ അറിയാതെ എടുത്തത്. ഇനി ഇട്ടാൽ പ്രശ്നമുണ്ടോയെന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് കേക്കിൻ്റെ അല്ല അനന്യ സമ്മാനത്തിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണേ. വീഡിയോസും ഉണ്ട്, അവിടെ ഡാൻസും ഉണ്ട്. അവൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ സമ്മാനം ഗിഫ്റ്റ് എല്ലാം ഞാനും അച്ചാച്ചനും പൂജയും സണ്ണി എന്നാണ്, രവീന്ദ്രൻ എന്നാ പേരും, സണ്ണി എന്ന് വിളിക്കും. ഞങ്ങൾ 4 പേരുടെ ഇരുന്ന് ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുവാണേ. എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്കൊരു വീഡിയോ എടുക്കണം, അതുകൊണ്ട് എല്ലാം പൊട്ടിക്കുമ്പോൾ എന്നെ വിളിക്കണേന്ന്. അങ്ങനെ അതിന് വിളിച്ച് ഓരോന്ന് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. 11 മണിക്കാണ് ഈ സംഭവം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യണേ.